ആമിയുടെ ചോദ്യങ്ങൾ. താൻ കണ്ടത് സ്വപ്നമാണെന്ന് മനസ്സിലായപ്പോഴാണ് മായയ്ക്ക് ശ്വാസം നേരെ വീണത്. മാം, ആർ യു ഓക്കെ? മായയുടെ നിലവിളി കേട്ട് അങ്ങോട്ടേക്ക് വന്ന എയർ ഹോസ്റ്റസ് ചോദിച്ചു. യാ, ഐ ആം ഓൾ റൈറ്റ്, താങ്ക് യു. മായ പറഞ്ഞത് കേട്ട് അവർ ഒരു പുഞ്ചിരിയോടെ തിരികെ പോയി. എന്തു പറ്റിയമ്മേ? ആമിമോൾ മായയുടെ നിലവിളി കേട്ട് പേടിച്ച് അവളുടെ നെറ്റിയിലൊക്കെ തൊട്ടു നോക്കി ചോദിച്ചു. ഒന്നുമില്ല എന്റെ ആമിക്കുട്ടി, അമ്മ ഒരു സ്വപ്നം കണ്ടതാ. മായ മോളെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവളുടെ കൈവശമുണ്ടായിരുന്ന ചോക്ലേറ്റ് ആമിക്ക് കൊടുത്തു. ചോക്ലേറ്റ് കണ്ടതും കുഞ്ഞാമിയുടെ മുഖം വിടർന്നു. എന്റെ ചക്കര അമ്മ, അതും പറഞ്ഞ് മോൾ മായയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു. അമ്മേ, നമ്മൾ എപ്പോഴാ അമ്മ അച്ഛനെ അന്വേഷിക്കാൻ പോവാ? കുഞ്ഞാമി സംശയത്തോടെ ചോദിച്ചു. അച്ഛനോ? ഏതച്ഛൻ? നിനക്ക് അച്ഛനില്ല. മോളുടെ ചോദ്യം കേട്ട് മായ ദേഷ്യത്തിൽ പറഞ്ഞു. ഒന്ന് പോയേ അമ്മേ, അമ്മ പറഞ്ഞത് ഞാൻ വിശ്വസിക്കില്ല. എന്റെ ഫ്രണ്ട്സിനെല്ലാം അച്ഛനുണ്ടല്ലോ, പിന്നെന്താ എനിക്കില്ലാത്തത്? മോളുടെ ചോദ്യം കേട്ട് മായ എന്ത് പറയണമെന്ന് അറിയാതെ കുഴഞ്ഞു. വേറൊരു മറുപടിയും മായയുടെ കൈവശം ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിലും എന്തു മറുപടി പറയും അവൾ? മോളുടെ അച്ഛൻ ആരാണെന്ന് അവൾക്ക് പോലും അറിയില്ലല്ലോ. താൻ എങ്ങനെ ഗർഭിണിയായി എന്നത് പോലും അറിയില്ല. മായ മറുപടി ഒന്നും പറയാതെ തന്റെ തോളോളം നീളമുള്ള മുടി കിട്ടുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അമ്മ മറുപടി ഒന്നും പറയാത്തത് കൊണ്ട് ആമിമോൾ വീണ്ടും അടുത്ത ചോദ്യവുമായി വന്നു. അച്ഛനെ അന്വേഷിക്കാൻ അല്ലെങ്കിൽ ഏട്ടനെ തിരഞ്ഞാണോ നമ്മളിപ്പോ പോകുന്നത്? ഏട്ടൻ, ആ വാക്ക് മായയുടെ മനസ്സിൽ കൊണ്ടു. തന്റെ മോൻ അവനിപ്പോൾ എവിടെയാവും? ആ അമ്മ മനസ്സ് സ്വയം ചോദിച്ചു. മായ അന്ന് പ്രസവിച്ചത് ഒരാളെയല്ല, രണ്ടുപേരെയായിരുന്നു, ഇരട്ടകൾ. ആദ്യം ജനിച്ചത് ഒരു ആൺകുട്ടിയായിരുന്നു. അവൻ ജനിച്ചു കഴിഞ്ഞ് 20 മിനിറ്റ് എടുത്തു കുഞ്ഞാമി വരാൻ. ആ സമയം കൊണ്ട് മായ അറിയാതെ ആ ചോരക്കുഞ്ഞിനെ ശേഖരൻ എവിടേക്കോ മാറ്റി. മായയ്ക്ക് ബോധം വരുമ്പോൾ കുഞ്ഞാമിയെയും അവിടെ നിന്ന് കൊണ്ടുപോകുവാൻ ശ്രമിക്കുകയായിരുന്നു ശേഖരൻ. ആ അവസ്ഥയിലും അയാളിൽ നിന്ന് പൊരുതി വാങ്ങിയതാണ് മായ അവളെ. ആർക്കും വിട്ടുകൊടുക്കാതെ മായ അവളെ പൊതിഞ്ഞു പിടിച്ചു. മോളെ കൂടി തനിക്ക് നഷ്ടപ്പെടുമെന്ന് തോന്നിയതും തന്റെ ചിറ്റയുടെ സഹായത്തോടെ മായ ലണ്ടനിലേക്ക് ചേക്കേറി. അവളുടെ അമ്മയുടെ സഹോദരി ലണ്ടനിൽ നഴ്സായി ജോലി ചെയ്യുകയായിരുന്നു. മായ പ്രഗ്നന്റ് ആണെന്ന കാര്യം വളരെ വൈകിയാണ് അവരറിഞ്ഞത്. അറിഞ്ഞപ്പോൾ തന്നെ അവർ മായയ്ക്ക് അരികിലെത്തി. മായയും കൊണ്ടവർ ലണ്ടനിലേക്ക് പോയി. അവിടെ ഒരു യൂണിവേഴ്സിറ്റിയിൽ അവൾക്ക് സ്കോളർഷിപ്പ് കിട്ടി. ലണ്ടനിൽ തന്നെ പാർട്ട് ടൈം ജോലിയെടുത്ത് മോളെ നോക്കി. ഒപ്പം തന്റെ പഠനം പൂർത്തിയാക്കി ജോലി നേടുകയും ചെയ്തു. എല്ലാത്തിനും സഹായവുമായി ചിറ്റയും ഫാമിലിയും ഉണ്ടായിരുന്നു. ഒരു വശത്ത് മോള് വളരുമ്പോഴും തന്റെ നഷ്ടപ്പെട്ട മോനെ ഓർത്ത് ഉരുകുകയായിരുന്നു അവൾ. തന്നെ കൊണ്ട് അന്വേഷിക്കാൻ പറ്റുന്ന പോലെയെല്ലാം അവൾ അന്വേഷിച്ചു. ഒരു ഫലവും ഉണ്ടായില്ല. ഇതിനിടയിൽ അവൾ സ്വയം തന്നെ മാറ്റിയെടുത്തു. കുട്ടിക്കാലത്ത് അവളെ ബാധിച്ച ഹോർമോൺ പ്രശ്നവും അതിന്റെ ഫലമായി രൂപപ്പെട്ട അമിതവണ്ണവുമെല്ലാം അവൾ മാറ്റിയെടുത്തു. അതിനുശേഷം മായ നാട്ടിലേക്ക് വന്നിട്ടില്ല. ഇപ്പോൾ വരാൻ തീരുമാനിച്ചത് തന്നെ അജയുമായുള്ള വിവാഹബന്ധം വേർപെടുത്താനാണ്. എന്നിരുന്നാലും അതിലും പ്രധാനപ്പെട്ട കാര്യം തന്റെ മോനെ കണ്ടെത്തണം എന്നതും കൂടിയാണ്. അരമണിക്കൂർ കഴിഞ്ഞ് അവരുടെ ഫ്ലൈറ്റ് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ഫ്ലൈറ്റ് ഇറങ്ങി ലഗേജ് ഒക്കെ കളക്ട് ചെയ്ത് ഒരു ട്രോളിയിൽ എടുത്തു വെച്ച് മോളെയും അതിലേക്ക് ഇരുത്തി മായ പുറത്തേക്ക് നടന്നു. താമസിക്കാനായി ഒരു ഹോട്ടൽ റൂം ബുക്ക് ചെയ്തിരുന്നു അവൾ. ആദ്യമേ വീട്ടിൽ കയറി ചെല്ലണ്ട എന്ന് അവൾ തീരുമാനിച്ചിരുന്നു. പുറത്ത് ചെന്ന് ഒരു ടാക്സി എടുത്ത് പോവാം എന്ന് കരുതി നിൽക്കുമ്പോഴാണ് അവളുടെ ഫോൺ റിംഗ് ചെയ്തത്. അവളുടെ ചിറ്റയുടെ മോൾ ആരതിയായിരുന്നു വിളിച്ചത്. മായ, നീ സൂക്ഷിക്കണം. മായ ഫോൺ എടുത്തതും ആരതി പറഞ്ഞു. എന്തിന്? മായ നിസ്സാരമായി ചോദിച്ചു. സഞ്ജീവ് മാധവ്, അയാൾ കുറച്ചു കാലങ്ങളായി നിന്നെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. നിന്റെ ഡീറ്റെയിൽസ് അന്വേഷിച്ച് കുറെ എൻക്വയറി ഇവിടെ വന്നിരുന്നു. നിന്നെക്കുറിച്ച് അറിയാൻ അയാൾ സമീപിച്ചത് എന്റെ ഓഫീസിലായിരുന്നു. എന്റെ അമ്മയെക്കുറിച്ചും അയാൾ അന്വേഷിച്ചു. നിന്റെയും എന്റെ അമ്മയുടെയും ഒരു വിവരവും അയാൾക്ക് എത്താതെ ബ്ലോക്ക് ചെയ്ത് വന്നതായിരുന്നു ഞാൻ. പക്ഷേ ഇപ്പോൾ നീ അയാളുടെ നാട്ടിലെത്തിയിരിക്കുന്നു, കൊച്ചിയിൽ. അയാൾ എന്തിനാ നിന്നെ അന്വേഷിക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അത് നല്ലതിനാവില്ല എന്നാ എന്റെ മനസ്സ് പറയുന്നത്. ഓ, അതിനെന്താ, അയാൾ എന്നെ അന്വേഷിച്ചു വരട്ടെ, നമുക്ക് അപ്പോ നോക്കാം. ആരതി പറഞ്ഞത് മായ കാര്യമായി എടുത്തില്ല. എന്റെ മായെ, അയാൾ അവിടുത്തെ പേര് കേട്ട ബിസിനസ്മാനാണ്. പോരാതെ അയാൾക്ക് കേരളത്തിൽ നല്ല ഹോൾഡ് ഉണ്ട്. നീ ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാ. ആരതി വീണ്ടും പറഞ്ഞു. ആരു, സഞ്ജീവ് മാധവ് എന്ന ബിസിനസ്മാനെ പറ്റി ഞാനും കേട്ടിട്ടുണ്ട്. കേട്ടിടത്തോളം അയാളത്ര ഭീകരനൊന്നുമല്ല. പക്ഷെ അയാൾ എന്തിനാ എന്നെ അന്വേഷിക്കുന്നതെന്ന് മാത്രം മനസ്സിലായില്ല. അയാളെ പോലെ ഒരാൾ ഒരു ആവശ്യമില്ലാതെ എന്നെ അന്വേഷിക്കില്ലല്ലോ. മായ സംശയത്തോടെ പറഞ്ഞു. അതാ എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ എന്റെ വഴിക്ക് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. ഒരു വിവരവും കിട്ടിയില്ല. ആരതി പറഞ്ഞു. ശരി ആരു, ഞങ്ങൾ ഇപ്പോൾ കൊച്ചിയിൽ എത്തിയതേ ഉള്ളൂ. ഞാനൊന്ന് ഹോട്ടലിൽ ചെന്ന് ഫ്രഷ് ആയിട്ട് രാത്രി വിളിക്കാൻ നിന്നെ. മായ അതും പറഞ്ഞ് ഫോൺ വെച്ചു. അയാൾ എന്തിനാ തന്നെ അന്വേഷിക്കുന്നത്? ഇനി പുതിയ വല്ല പ്രശ്നവും വരാൻ പോവുകയാണോ? മായ ആകെ കുഴപ്പത്തിലായി. അവൾ ഒന്ന് വിശ്വസിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു. എയർപോർട്ടിന്റെ എൻട്രൻസ് എത്താറായപ്പോഴാണ് മായ അവിടെ ഒരു പരിചിത മുഖം കാണുന്നത്. അയാളെ അവൾ അവിടെ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. തൽക്കാലം അയാളുടെ മുൻപിൽ ചെന്ന് തലവെച്ച് കൊടുക്കാതെ എങ്ങനെയെങ്കിലും പോകണം എന്ന് കരുതി അവൾ അയാളെ ഗവനിക്കാതെ നടന്നു. അയാൾ ഒരു സ്യൂട്ടാണ് ധരിച്ചിരുന്നത്. മുടിയെല്ലാം സ്റ്റൈലിൽ വെട്ടിയൊതുക്കി ആരെയോ കാത്തുന്നപ്പോൾ നിൽക്കുന്ന ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ. അത് മറ്റാരുമല്ല, മായയുടെ കഴുത്തിൽ താലി കെട്ടിയ അവളുടെ ഭർത്താവ് അജയ് മേനോൻ. കയ്യിലൊരു പ്ലക്കാർഡുമായി അയാൾ അക്ഷമനായി അവിടെ നിന്നുകൊണ്ട് പിറുപിറുത്തു. ആ നശിച്ച വീപ്പക്കുറ്റി എപ്പോഴാണ് പുറത്തു വരുന്നത്? അവന്റെ പുറകിലായി അവന്റെ PA വിനോദ് ഉണ്ടായിരുന്നു. സർ, ഫ്ലൈറ്റ് റീച്ച് ആയിട്ടുണ്ട്. മാഡം ഉടനെ എത്തുമായിരിക്കും. സാറിന്റെ മുത്തശ്ശൻ സാർ അവരോട് നന്നായി പെരുമാറണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സാർ അതുകൊണ്ട് അവർ വരുമ്പോൾ ദേഷ്യം കാണിക്കരുത്. സാർ കുറച്ച് ക്ഷമ കാണിക്കണം, വിനോദ് വിനയത്തോടെ പറഞ്ഞു. അത് കേട്ടതും അജയന്റെ നെറ്റി ചുളിഞ്ഞു. അവന്റെ മുഖത്ത് കോപം നിറഞ്ഞു. ക്ഷമയോ? ആ സാധനത്തെ കാണുന്നത് തന്നെ വെറുപ്പാ എനിക്ക്. വിട്ടുപോയി. എന്റെ നിവർത്തികേട് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് അവളെ പിക്ക് ചെയ്യാൻ തന്നെ വന്നത്. വിനോദ്, നിനക്കൊരു കാര്യം അറിയോ? പ്രസവത്തിന് മുൻപേ അവളൊരു ഗുണ്ടുമണിയായിരുന്നു. ഇപ്പൊ പ്രസവം കൂടി കഴിഞ്ഞ സ്ഥിതിക്ക് പറയേ വേണ്ട, ആനയോളം തടിച്ചായിട്ടുണ്ടാവും. അജയ് ദേഷ്യം കാരണം ഇത്തിരി ഉറക്കെയാണത് പറഞ്ഞത്. അവൾ ഇപ്പോഴും തടിച്ചായിട്ടുണ്ടാവുമെന്നാണ് അവൻ കരുതിയത്. മായ അത് കേട്ടുകൊണ്ടാണ് പുറത്തേക്ക് വന്നത്. ഒന്നാമതെ അയാളോട് യാതൊരു താല്പര്യവുമില്ല. പിന്നെ അയാൾ തന്നെക്കുറിച്ച് പറഞ്ഞത് കൂടി കേട്ടപ്പോൾ ഉടനെ ഒന്നും അവനുമായി മുഖാമുഖം കൂടിക്കാഴ്ച നടത്തണ്ട എന്ന് തീരുമാനിച്ചു. ഡിവോഴ്സിന് കോടതിയിൽ വരുമ്പോൾ കണ്ടാൽ മതി. കഴിഞ്ഞ 5 വർഷമായി ബന്ധം ഏർപ്പെടുത്തണമെന്ന് അവൾ പലതവണ ആവശ്യം ഉന്നയിച്ചിരുന്നു. എന്നാൽ ശേഖരനോ വിശ്വനാഥ മേനോനോ അത് സമ്മതിച്ചില്ല. അതുകൊണ്ട് തന്നെ അജയും മായും ഇഷ്ടമില്ലാത്ത ബന്ധത്തിൽ കുരുങ്ങിക്കിടക്കുകയാണ്. അജയ് കാണാതെ എത്രയും പെട്ടെന്ന് മോളെയും കൊണ്ട് അവിടെ നിന്ന് പോകണമെന്ന് അവൾ തീരുമാനിച്ചു. വിനോദുമായി സംസാരിച്ച് തിരിഞ്ഞ് അജയന്റെ കണ്ണുകൾ പെട്ടെന്ന് എന്തോ കണ്ടതുപോലെ വിടർന്നു.
എയർപോർട്ടിൽ എൻട്രൻസിൽ നിന്നും ആദ്യം ഇറങ്ങി വരുന്ന സുന്ദരിയായ യുവതിയെ കണ്ടാണ് അവന്റെ കണ്ണുകൾ വിടർന്നത്. തോളൊപ്പം മുടിയും നല്ല തിളക്കമുള്ള കണ്ണുകളും മെലിഞ്ഞ ശരീരവുമുള്ള അവളെ കാണാൻ സിനിമാ നായികയെ പോലെ ഉണ്ടായിരുന്നു. അവളെ കണ്ട നിമിഷം മുതൽ അജയന്റെ ചുറ്റും പ്രകാശം പരന്നതുപോലെയാണ് അവന് തോന്നിയത്. അവന്റെ അടുത്തുകൂടി പോയ ഒരാൾ അവനെ ഇടിച്ചിട്ട് പോയിട്ട് കൂടി അവനത് അറിഞ്ഞില്ല. നിലത്ത് വീണ് അവിടെ നിന്ന് എഴുന്നേറ്റ് അവൻ വീണ്ടും അവളെ വായി നോക്കാൻ തുടങ്ങി. അവൾ തന്നെ ശ്രദ്ധിക്കാതെ വരുന്നത് കണ്ട് അവൻ പെട്ടെന്ന് സ്വയം ഒന്ന് നോക്കി കോട്ടൊന്ന് തുടച്ചുകൊണ്ട് അവളുടെ മുൻപിൽ ചെന്ന് നിന്നു. അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൻ സംസാരിച്ചു തുടങ്ങി. ഹായ് സുന്ദരി, ഞാൻ അജയ് മേനോൻ. നിങ്ങളെ കാണാൻ നല്ല ഭംഗിയുണ്ട്. നിങ്ങളുടെ പേരെന്താണ്? അവന്റെ അപ്പോഴത്തെ മുഖഭാവം കണ്ടാൽ അവൻ അവളുടെ അടുത്ത് ഫ്ലേർട്ട് ചെയ്യാണെന്ന് ആർക്കും മനസ്സിലാവും. മായ കൂളായി മൊത്തത്തിൽ ഒഴിഞ്ഞു നോക്കി. തന്നെ അവന് മനസ്സിലായിട്ടില്ലെന്ന് അവൾക്ക് മനസ്സിലായി. നല്ലത്. സ്വയം ചിന്തിച്ചുകൊണ്ട് അവൾ അവനെ മൈൻഡ് ആക്കാതെ മുൻപോട്ട് നടക്കാൻ ഒരുങ്ങിയതും അവൻ കൈവച്ച് തടഞ്ഞു. പ്ലീസ്, നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് പോകൂ. അവൻ ജിജ്ഞാസയോട് പറഞ്ഞു. മായ, മായ ശേഖരൻ. അവൾ ശാന്തമായ മുഖത്തോടെ പറഞ്ഞു. അപ്പോഴാണ് ട്രോളിയിൽ ഇരുന്ന് മൊബൈലിൽ കളിച്ചുകൊണ്ടിരുന്ന ആമിമോൾ തലപൊക്കി നോക്കിയത്. കുഞ്ഞാമി ആദ്യം കണ്ടത് അജയന്റെ കൈകളിലെ പ്ലക്കാർഡായിരുന്നു. അതിലെഴുതിയിരുന്ന മായ ശേഖരൻ എന്ന പേര് മോൾ അവളുടെ കുഞ്ഞു ശബ്ദത്തിൽ ഉറക്കെ വായിച്ചു. വായിച്ചു കഴിഞ്ഞ ശേഷം ഒട്ടൊരു സംശയത്തോടെ അവൾ അമ്മയെ നോക്കി. ഞാൻ കറക്റ്റായിട്ടല്ലേ വായിച്ചത്? മോൾ ആരാഞ്ഞു. പിന്നല്ലാതെ ആമിമോൾ സൂപ്പർ അല്ലേ? മായ കുനിഞ്ഞ് മോളുടെ താടിയിൽ കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു. ശേഷം നിവർന്ന് കൈ കെട്ടി നിന്ന് അജയനെ ഗൗരവത്തിൽ നോക്കി. നിങ്ങൾ, അവൾ എന്തോ പറയാനാഞ്ഞതും പെട്ടെന്ന് അജയ് ഇടയ്ക്ക് കയറി. വാട്ട് എ കോയിൻസിഡൻസ്. ഞാനും നിങ്ങളുടെ അതേ പേരുള്ള ഒരാളെ പിക്ക് ചെയ്യാൻ വന്നതാണ്. എന്നാ അവളെ നിങ്ങളെ പോലെ സുന്ദരിയല്ല, തടിച്ചൊരു ഗുണ്ടുമണിയാ. അവന്റെ മുൻപിൽ നിൽക്കുന്നത് അവന്റെ ഭാര്യയാണെന്ന് മനസ്സിലാക്കാതെ അവൻ പറഞ്ഞു. അത് കേൾക്കെ മായയ്ക്ക് ദേഷ്യം വന്നു. അവനിപ്പോഴും തന്നെ മനസ്സിലായില്ലെന്ന് മാത്രമല്ല, തന്നെ ബോഡി ഷേമിംഗ് കൂടി ചെയ്യുന്നു. മുൻപ് പലതവണ അവനടക്കമുള്ള പലരും അവളെ തടിച്ച് എന്ന പേരിൽ പറഞ്ഞിട്ടുള്ളപ്പോഴൊക്കെ അവൾക്ക് കടുത്ത വിഷമമാണ് തോന്നിയത്. എന്നാൽ ഇന്ന് ആദ്യമായി അവൾക്ക് തന്നെ അപമാനിച്ചത് കേൾക്കെ ദേഷ്യം തോന്നി. അവളെ അല്ലാതെ വേറെ ഏത് പെൺകുട്ടിയോടും ഇതുപോലെ നീ തടിച്ചയാണെന്ന് പറഞ്ഞാൽ അവൾക്ക് ദേഷ്യം വരും. കാരണം അവൾ അനുഭവിച്ച ആ വേദന മായയ്ക്ക് നന്നായി അറിയാം.